ഒന്ന് ഗുരുവായൂരമ്പലത്തിലെ 8ാമത്തെ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പകർച്ച ഉണ്ടായിരുന്നു. പകർച്ചയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് പായസമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്നാലും വളരെ മോശമായിട്ടൊരു അനുഭവം ഉണ്ടായിട്ടാ. അത് പറയാനാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ അവിടെ കുറച്ച് നേരം തിരുവാതിരയൊക്കെ കണ്ടു നിന്നിട്ട് ക്യൂ ഒക്കെ ഇങ്ങനെ പോയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പായസം മേടിക്കാനായിട്ട് ഞങ്ങൾ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടാണ് ഞങ്ങൾ ക്യൂ പോയി നിന്നത്. കാരണം ഞങ്ങൾ ഭക്ഷണം മേടിക്കുന്ന അവിടുത്തെ ആളെ നിർത്തിയിട്ടാണ് പോയത്. കാരണം തിരക്കാവുമ്പോഴേക്കും നമുക്ക് പായസം മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പായസം ഒരു മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം പായസം മേടിക്കാനായിട്ട് തൊട്ടടുത്ത് എത്തിയപ്പം സെക്യൂരിറ്റി പറയാ ചോറ് മേടിച്ചാലേ പായസം തരത്തുള്ളൂ എന്ന്. പക്ഷെ അത് ഞങ്ങൾക്ക് മാത്രമുള്ള കുറച്ച് പേർക്ക് മാത്രമുള്ള ഒരു റൂളായിരുന്നു കേട്ടോ. കുറേ പേര് ഇതുപോലെ മേടിച്ച് പോകുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു അവിടുത്തെ ജീവനക്കാർ ആണ് കുറേ റൂൾസൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾക്ക് എന്നിട്ട് ഇന്ന് പായസം കിട്ടിയില്ല. കാരണം ചോറ് മേടിച്ച് വന്നപ്പോഴേക്കും പായസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പായസത്തിന് കിട്ടിയില്ല എന്നുള്ള പേരിലല്ല കേട്ടോ. കാരണം അവിടുത്തെ ജീവനക്കാർ ചെയ്യുന്ന കുറച്ച് വേർതിരിവുകളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് കുറച്ച് കറി കൂടുതലോ ചോറ് കൊടുത്ത് അത് നമ്മുടെ ഇഷ്യൂ അല്ല. പക്ഷെ എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എന്നിട്ട് പോയി ചോദിച്ചപ്പോൾ പായസം തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ 1 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇതുപോലെ പായസം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറയാം പായസം തീർന്നു പോയിന്ന്. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, കുറേ കാര്യത്തിൽ അവിടെ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ.